ഈ വിനായക ക്ഷേത്രവും പാളയം ജുമാ മസ്ജിദും ഈ രണ്ട് ആരാധനാലയങ്ങളോടും ദേവാലയങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് ക്രൈസ്തവ ചർച്ചുകളും. ഇതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മനോഹാരിതയെന്നോ, ഇതാണ് തലസ്ഥാന നഗരിയുടെ മനോഹാരിതകളിൽ രണ്ടാമത്തെ ഇനം. ഒന്ന് ഇവിടത്തെ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തേത് ഇവിടെ നിലനിൽക്കുന്ന മത സൗഹാർദ്ദമാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഇതുപോലെ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന കേരളത്തിൽ ധാരാളം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്, കൊച്ചു കൊച്ചു പ്രദേശങ്ങളുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങൾക്കെല്ലാം പ്രചോദനവും മാതൃകയായി മാറാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പട്ടാളക്കാരുടെ പള്ളി, പാളയം പള്ളി, ഇവിടെ അത് വിശദീകരിച്ചു. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഹൈദരാബാദ് നൈസാമുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പട്ടാളക്കാരെ ഇങ്ങോട്ട് വരികയും ഇവിടെ തിരുവിതാംകൂറിൽ തമ്പടിക്കുകയും അവരിൽ എല്ലാത്തരം വിശ്വാസങ്ങളുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മുസ്ലിം വിശ്വാസമുള്ള ആളുകൾക്ക്, ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകൾക്ക്. നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ഒരു മസ്ജിദിനുള്ള സൗകര്യം ലഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു ചരിത്രത്തിലും ആ ഒരു പാരമ്പര്യത്തിലും മുന്നിക്കൊണ്ടാണ് ഇന്നും പാളയം ജുമാ മസ്ജിദും ഈ വിനായക ക്ഷേത്രവും, അതുപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ട് ചർച്ചുകളുമെല്ലാം നമുക്ക് വേണ്ടത് സൗഹാർദ്ദമാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമ്മുടെ നാടിന്റെ പ്രത്യേകത ശ്രീനാരായണ ഗുരു ദർശിച്ചത് അപ്രകാരമാണ്. ജാതിഭേദങ്ങളില്ലാതെ, മതവിദ്വേഷങ്ങളില്ലാതെ ഏവരും സാഹോദര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിന് നാം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഈ മൂന്ന് ദേവാലയങ്ങളും തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഈ ക്ഷേത്രത്തിന്റെയും ഈ മസ്ജിദിന്റെയും ഏറ്റവും വലിയ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഒരേ മതിൽ പങ്കിടുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോകത്ത് ഇതിന് തുല്യമായ ഒന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടാവാം, നമുക്കറിയാത്തത് കൊണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും ലോകത്തിന് വലിയൊരു മാതൃകയായി, രാജ്യത്തിന് എന്ന് ഞാൻ പറയുന്നില്ല, ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായി ഒരു മസ്ജിദും ഒരു ക്ഷേത്രവും ഒരേ മതിൽ പങ്കിടുന്നു. ഇക്കാലം അത്രയും ആ സ്നേഹത്തിന് വിള്ളലുണ്ടാവുന്ന യാതൊരു പ്രവർത്തനവും മസ്ജിദിലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ ക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അതുപോലെ തന്നെ ഇനിയും നിലനിർത്തുവാൻ സാധിക്കണം. ഈ ദേവാലയങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിന് ഗുണപ്രദമായ, ഫലപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടേതായ കമ്മ്യൂണിറ്റികളെ സേവിക്കുക എന്നതിനപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മനുഷ്യ സേവ നിർവഹിക്കുന്ന ഒരു കാലം, അതാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവെല്ലാം ദീർഘദർശനം ചെയ്തത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി തീർന്നിടണം. നിന്റെ സഹോദരന്റെ സുഖം നിന്റെ സുഖമായി, നിന്റെ സഹോദരന്റെ ദുഃഖം നിന്റെ ദുഃഖമായി മാറുമ്പോൾ അവിടെയാണ് നിന്നിൽ മനുഷ്യത്വമുള്ളത്. ആ സഹോദരന്റെ ജാതി, അവന്റെ മതം, അവന്റെ വിശ്വാസം എന്നതിനപ്പുറത്ത് അവനിലെ മനുഷ്യരെ കണ്ടുകൊണ്ട് ആ മനുഷ്യനെ സ്നേഹിക്കുവാനും ആ മനുഷ്യനെ സേവിക്കുവാനും തീർച്ചയായിട്ടും വിനായക ക്ഷേത്രത്തിന്റെ ഈ ഒരു പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് ഒറ്റവാക്കിൽ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.